ഈ മാധ്യമങ്ങളുടെ ഒരു വലിയൊരു പ്രവർത്തനം ഇതിന് പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ കമ്പോളവൽകൃതമാണ് എല്ലാ മാധ്യമങ്ങളും. പലപ്പോഴും ഈ ഫണ്ടിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് ഒരു പ്രവർത്തനം ഇങ്ങനെ ദേശീയ വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ദേശീയ ബോധമില്ലായ്മയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൽ ഒരു സ്വാധീനമുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് ഞാനിപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോഴും ഞാൻ സൂചിപ്പിച്ചത്. ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ അന്തിച്ചത്ര ചർച്ചയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലരെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, ഇപ്പോൾ മിനിഞ്ഞാന്ന് നടന്ന ഈ കൊടിയ ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരവരുടെ പ്രതിഷേധം അറിയിച്ചു എന്നാണ്. പ്രതിഷേധം പട്ടാപ്പകലും നടത്തിയ ഒരു വലിയ കൊലപാതക ശ്രമം. ഒരുപക്ഷെ മുമ്പ് ഇവർ സമരകാലത്ത് ചെയ്തുപോലെ KSRTC ബസ് കത്തിച്ച് അതിനുള്ളിലിട്ട് ആളുകളെ 4 പേരെ ചുട്ടുകൊന്നതുപോലുള്ള കാര്യം പോലും ഒരുപക്ഷെ നടക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷെ അതിനെ പോലും ആ നിലയിൽ കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിന് പകരം അതിനെ ലഘൂകരിക്കാൻ വേണ്ടി മകള് തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അച്ഛനെ ക്രൂശിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്ന പത്രപ്രവർത്തകരുണ്ട്. അപ്പോൾ ഒരാൾ ഒരു വലിയ കൊടിയ അപരാധം ചെയ്തു, പൊതുധനം കൊള്ളയടിച്ചതിന് ശേഷം ഏതെങ്കിലും വീട്ടിൽ വന്നിരുന്നാൽ ആ വീട്ടുകാരനെയും ചോദ്യം ചെയ്യില്ലേ? സാധാരണ കേസാണെങ്കിൽ പോലും ഒരു കൊല ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിച്ചിട്ടോ ഒരാൾ ഓടി ഒരു വീട്ടിൽ കയറി, ആ വീട്ടിൽ റെഡി ചെയ്യാൻ പാടില്ല, വീട്ടിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരു വിക്ടിമാക്കി ആ നേതാവിനെ മാറ്റാനും നഷ്ടപ്പെട്ടു പോയ എല്ലാ ഗ്ലാമറും തിരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കൊടിയ ശ്രമങ്ങൾ ഇന്നലെ മുതലേ ആരംഭിച്ചിരുന്നു. ഇന്നത് കുറച്ചുകൂടെ ശക്തമാക്കാണ്. ഇന്ന് ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ആള്, ഒരു മുണ്ടിത ശിരസ്കൻ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഞാൻ കേട്ടതാണ്. അതായത് ഈ പറഞ്ഞ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ 1,80,000 രൂപയുടെ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. എത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ചെറിയ തുക, ചെറിയ തുക ചെറുതാണെന്നോ അല്ലെങ്കിൽ ഇവർ ചെയ്തത് മണ്ടത്തരമാണെന്നോ ഒക്കെയുള്ള, അപ്പോൾ ചുണ്ടിൻ്റെ കോണിലൊരു പരിഹാസമുദ്രയും വെച്ചിട്ട് ഇത്തരം വാർത്ത പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കാണും. ഇതേപോലെ തന്നെയാണ് പത്രങ്ങളും. ഏറ്റവും വലിയ പത്രമുത്തശ്ശിമാർ പോലും ഇതിൻ്റെ ഇടയിലൂടെ ദേശീയ പ്രസ്ഥാനത്തിനെ എങ്ങനെ കരിവാരിത്തേക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അത്തരത്തിലാണ് ചെയ്യുന്നത്. അതിപ്പോൾ ലേറ്റസ്റ്റ് ഉദാഹരണം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണം, ചിലരെ അങ്ങ് അഭിനന്ദിച്ചങ്ങ് മുകളിൽ എത്തിക്കാൻ. അപ്പോൾ ഇത്രയും കൊടിയ ആക്രമണം മിനിഞ്ഞാന്ന് നടന്നിട്ട് 72 മണിക്കൂറാകാൻ പോകുന്നു. ഇതുവരെ ഇവരുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കിയായിട്ടുള്ള മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച്. ഇതെന്താ നടന്നതെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ തയ്യാറായിട്ടില്ല. അതൊരു വിഷയമേ അല്ല. കാരണം ഈ കൂട്ടത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറിന് ഒരല്പം പോലും കുറവുണ്ടാകരുത് എന്ന ശ്രദ്ധയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. സാധാരണ ജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന ഒരു പക്ഷപാതിത്വം പത്രമാധ്യമങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കുണ്ട്. അതിൻ്റെ ഒരു കാരണം ഉണ്ട്, സാമ്പത്തികമായ കാരണങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഭാഗം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ ഈ വൈചാരികമായ നിലപാടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വിദ്വാനൊക്കെ ഉള്ളത് കമ്മ്യൂണിസം ഉള്ളിൽ ചേർന്ന് കിടക്കാണ്. ലോകം മുഴുവൻ ചവച്ചു തൂപ്പി, ലോകം മുഴുവൻ ചവറ്റുകുട്ടയിലെറിഞ്ഞ ആ പ്രത്യയശാസ്ത്രത്തെ ഇപ്പോഴും ശരിയാണെന്ന് ധരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കുള്ളിൽ പുറത്തെ പോലെ തന്നെയാണ് അകത്തു എന്നല്ലേ നമുക്ക് മനസ്സിലാവാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ചേർന്നിട്ടാണ് നമ്മുടെ മാധ്യമ മേഖലയെ നയിക്കുന്നത്. അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ദേശീയ ബോധമുള്ള, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം സ്വീകരിച്ചൊരു പാർട്ടിയിൽ ചേരണമെന്നല്ല, പക്ഷേ നാടിനോടൊരു കൂറുണ്ടാവണ്ടേ, അതനുസരിച്ച് നിലപാട് കൈക്കൊള്ളണം. ഇന്നേ നാഴിക വരെ നോക്കൂ, ഈ കഴിഞ്ഞ 1.5 മാസമായിട്ട് തുടർന്നു പോരുന്ന ഈ മഹായുദ്ധത്തിൻ്റെ ഹോർമൂസ് സ്ട്രെയിറ്റ് തടഞ്ഞും എണ്ണ വരവ് നിലപ്പിച്ചും ഒക്കെ ചെയ്തു പോരുന്ന ഈ പ്രവർത്തനങ്ങൾക്കിടയിലും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉലയാതെ നിൽക്കുന്നു എന്നെഴുതിയ ജന്മഭൂമി അല്ലാതെ എത്ര മാധ്യമങ്ങൾ എഴുതിയുണ്ട്? ജനം അല്ലാതെ എത്ര ചാനലുകൾ ഇത് കാണിച്ചു, ഇത് പറയുന്നു? ശരിയാണ്. അത് തുടർച്ചയായി പറയുന്നത് ഈ വിഷയം മാത്രമാണ്, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 5 വിദേശ രാഷ്ട്രങ്ങളിൽ പ്രധാനമന്ത്രി യാത്ര ചെയ്തു വന്നു. ആ യാത്രയിൽ സംഭവിച്ചത് സാമ്പത്തിക നയതന്ത്രപരമായൊരു മഹാവിപ്ലവമാണ് നടന്നിരിക്കുന്നത്, ഒരു വലിയ വിപ്ലവം. അതിലെ
നെതർലാൻഡ്സുമായിട്ട് നടത്തിയ ആ കോൺട്രാക്ട്, സെമി കണ്ടക്ടർ നിർമ്മാണ ചിപ്പ് മേഖലയിലേക്കുള്ള നമ്മുടെ വലിയൊരു കുതിച്ചുചാട്ടം, കാലങ്ങളായി ചൈനയൊക്കെ മോഹിച്ചിരുന്ന ബന്ധമാണ് ഭാരതം നിഷ്പ്രയാസം നേടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മിഠായി കൊടുത്തു എന്ന് പറയുന്നതിന് തെറ്റായ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പത്രമാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ ശ്രമിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ പ്രധാനമന്ത്രിയുടെ നിലപാട്, രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാരതത്തിൽ ഉണ്ടാക്കിയ സാമ്പത്തികമായ മേഖലയുണ്ടായ മാറ്റം ആരും എണ്ണുന്നില്ല. ഒറ്റ ദിവസം കൊണ്ട് പാർലയുടെ മിഠായി സ്റ്റോക്ക് മുഴുവൻ തീർന്നിരിക്കുകയാണ്. ഒരു മിഠായി എടുത്ത് നീട്ടുമ്പോൾ അതൊരു വലിയ സാമ്പത്തിക പരിവർത്തനത്തിനുള്ള കാരണമാവുകയാണ്. ലക്ഷദ്വീപിൻ്റെ കടൽ തീരത്ത് ഒരു കസേരയിട്ടിരുന്നതിൻ്റെ ഫലം ലക്ഷദ്വീപിൻ്റെ വരുമാനത്തിൽ ഈ വർഷം കണ്ടു. എത്ര ഇടത്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള ചർച്ച നടന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണം അവരെ നയിക്കുന്നത് പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളാണ്. രണ്ടാമത്, ഭാരതത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സമ്പദ് വ്യവസ്ഥ തന്നെ പ്രവർത്തിക്കുകയാണ് നമുക്കെതിരായിട്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയോ ഈ ഗൾഫ് പണത്തിൻ്റെയോ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്താൻ വേണ്ടി സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന കോടാനുകോടി റുപ്പികയോ അതിനോടൊപ്പം ഈ ജോർജ് സൊറോസ് ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസോ ഒക്കെ ചേർന്ന് വിലക്കെടുത്തിരിക്കുകയാണ് പല മാധ്യമങ്ങളെയും. അതിൻ്റെയൊക്കെ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയതയുടെ പേരിൽ അല്ലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തുടങ്ങിയ കോഴിക്കോടെ പത്രം, ആ കോഴിക്കോടെ പത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം ഈ അടുത്ത കാലത്ത് ഏറ്റെടുത്തിരിക്കുന്നത് പാറ്റകളെ കുറിച്ച് പറയാനാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്നതിൻ്റെ കാരണം ഈ കോക്രോച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം നാട്ടിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടല്ല. ഇതിന് ഇത്രയും പ്രചരണം, ഇത്രയും കോളം ന്യൂസ് ഇതിനു വേണ്ടി കൊടുത്താൽ, ഫ്രണ്ട് പേജിൽ ഇത്ര കൊടുത്താൽ ഇത്ര കോടി ഡോളറാണെന്ന് കിട്ടുന്നു എന്നുള്ള നിലയ്ക്കാണ് വിലപേശൽ നടക്കുന്നത്. ഇത് വെച്ചിട്ടാണ് കച്ചവടം നടക്കുന്നത്. ആ കച്ചവടം പത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി എത്ര ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ ഇടപാടിൽ നേതൃത്വം കൊടുക്കുന്ന മുതലാളിമാർ കാശ് മേടിക്കുന്നുണ്ട്. ആ മുതലാളിമാരുടെ വാക്കനുസരിച്ച് പേനയുണ്ടാൻ ബാധ്യസ്ഥരാവുകയാണ് പത്രപ്രവർത്തകർ. അപ്പോൾ ഇത് രണ്ടും ചേർന്നാണ് ഇന്ന് ഇത്രയും വിരുദ്ധമായ ഒരു അന്തരീക്ഷം ഭാരതത്തിൽ സൃഷ്ടിക്കാൻ പാടുപെടുന്നത്. ഇവിടെ പൂജനീയ സർസംഖ്യാൽ വിജയദശമി ദിനത്തിൽ നടന്ന ഒരു മന്ത്രവിപ്ലവം എന്നൊരു വാക്കിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൂടുതൽ മഹാഭാരതത്തിൽ വിദുരനീതിയിൽ വളരെ കൃത്യമായി പറയുന്ന ഒന്നാണ് ഈ മന്ത്രവിപ്ലവം. അപ്പോൾ അതിൽ സൂചിപ്പിക്കുന്നത് ഏകം വിഷരസോ ഹന്തി, ഒരു വിഷത്തുള്ളി ഒരാളെ മാത്രമേ കൊള്ളുള്ളൂ. ശസ്ത്രേണ ഏകശ്ചവധ്യതേ, ഒരായുധം ഉപയോഗിച്ചാൽ ഒരാളെ മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ. പക്ഷേ മന്ത്രവിപ്ലവം എന്ന് പറയുന്ന കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രം, രാജ്യം, പ്രജ ഇത് മുഴുവൻ തന്നെ മന്ത്രവിപ്ലവം കൊണ്ട് നശിക്കും. മന്ത്രവിപ്ലവം എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഭരണകൂട സംവിധാനങ്ങൾ, ഇന്നത്തെ കാലത്ത് എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം, നമ്മുടെ മൊത്തം ഈ സോകോൾഡ് അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ, ഉപദേശകർ, അവരുടെ തലച്ചോറിനുള്ളിൽ തെറ്റായ കാഴ്ചപ്പാട് വരുന്നതിനെയാണ് മന്ത്രവിപ്ലവം എന്ന് പറയുന്നത്. ആ തെറ്റായ കാഴ്ചപ്പാട് സത്യത്തിൽ പുറത്തു നിന്നുള്ള മന്ത്രണം കൊണ്ടുണ്ടാകുന്ന വിപ്ലവം ഉള്ളിലേക്ക് കിട്ടുകയാണ്. തലയണ മന്ത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? തലയണ മന്ത്രം എന്ന് പറഞ്ഞാൽ നല്ല നമശിവായ പോലത്തെ മന്ത്രം അല്ലല്ലോ, പക്ഷെ അതിന് മന്ത്രം എന്നാണ് പറയുക. അപ്പം ഇതിലൂടെ രാജാവിനെ ആകാം, മന്ത്രിയെ ആവാം, സേനാനായകനെ ആവാം, ആസൂത്രണ സംവിധാനത്തിലെ ആളുകളെ ആവാം. അവരെ സ്വാധീനിച്ച് കഴിഞ്ഞാൽ അത് രാജാവിനെ മാത്രമല്ല കൊല്ലുക, രാജ്യത്തെയും കൊല്ലും. അതേപോലെ തന്നെ മൊത്തം പ്രജകളെയും കൊന്നുകൊണ്ട് സമ്പൂർണ്ണ വിനാശത്തിന് കാരണമാകുന്ന ഒന്നാണ്. ഇതൊരർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ ഒരു നരേറ്റീവ് വാറാണ്. നരേറ്റീവാണ് മന്ത്രം. നരേറ്റീവ് കൊണ്ടുണ്ടാകുന്ന മന്ത്രവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പരിണാമവും അത് വളരെ ദോഷകരമായ പരിണാമമാണ് ഉണ്ടാവുക. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ചർച്ചയിലെ വൈചാരിക സ്വാധീനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ടൂളാണ് നരേറ്റീവുകൾ സൃഷ്ടിക്കുക. രാഷ്ട്രത്തെക്കുറിച്ചുള്ളത് നമ്മൾ കടന്നു വന്നവരാണെന്ന് പറയുക, വനവാസികൾ എന്ന് പറയുന്നത് ആദിവാസിയാണെന്ന് പറയുക, ഇതൊക്കെ മന്ത്രമാണ് സത്യത്തിൽ. അപ്പം ഇതുകൊണ്ടാണ് ബെനോക്രി എന്ന് പറഞ്ഞ പ്രസിദ്ധനായ നൈജീരിയൻ നോവലിസ്റ്റും സാഹിത്യകാരനും അദ്ദേഹം പറഞ്ഞത്, ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ കഥകളെ വിഷമയമാക്കുക എന്നാണ്. ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് എ നേഷൻ, പോയിസൺ ഇറ്റ് സ്റ്റോറീസ്.
കഥകൾ എന്ന് വെച്ചാൽ ഹിസ്റ്ററിയെ, നമ്മുടെ പാഠ്യവ്യവസ്ഥയെ, നമ്മുടെ ചിന്താ സംവിധാനത്തെ മുഴുവനാക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ആ തലമുറയെ മുഴുവൻ ഡീമോറലൈസ് ചെയ്യും. ഡീമോറലൈസ്ഡ് സൊസൈറ്റി വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ്, ടെല്ലിങ് ദ ഡിമോറലൈസ്ഡ് സ്റ്റോറീസ് ടു ഇറ്റ് സെൽഫ്. സ്വന്തം തലമുറയെ പഠിപ്പിക്കുക മാത്രമല്ല, സ്വയം ആവർത്തിച്ച് നമ്മളും അതിങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഡിമോറലൈസ് ചെയ്യപ്പെട്ടവരാണ് ഈ ഇടതുപക്ഷ ബുദ്ധികൾ, ഈ മന്ത്രം കൊണ്ട് ഡിമോറലൈസ് ചെയ്യപ്പെട്ടവരാണ്. നമ്മൾ മെക്കാളെ സിസ്റ്റം എന്ന് പണ്ട് പറഞ്ഞ പോലെ തന്നെ അത് തന്നെയാണ്. അത് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആൾക്കാർ. അതിനെയാണ് മന്ത്രവിപ്ലവം എന്ന് പറയുന്നത്. അതാണ് വിദുരര്, ഏത് രാജാവും, ധർമ്മപുത്രർ മാത്രമല്ല എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയധികം അത്ര ശാസ്ത്രീയമായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വാധീനിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന പ്രചരണം, ഒരർത്ഥത്തിൽ വിഷലിപ്തമായ പ്രചരണം, അത് ബനോക്രി തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടേഷനിൽ അവസാനം പറയുന്നത് ഇറ്റ് വിൽ ലീഡ്സ് ടു അൾട്ടിമേറ്റ് സൈക്കിക് ഡിസ്ട്രക്ഷൻ എന്നാണ്. പരിപൂർണമായ ബൗദ്ധിക, വൈചാരിക, ആത്മീയ നാശത്തിന് അത് കാരണമാവുന്നതാണ്. മന്ത്രവിപ്ലവത്തെ അങ്ങനെയാണ് കാണേണ്ടത്. അത് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്യരംഗഹരിയെ പോലുള്ള ആൾക്കാർ ആ കാലഘട്ടത്തിൽ തന്നെ ഈ മന്ത്രവിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഏറ്റവും അടുത്ത സമയത്ത് തരുൺ വിജയ് മന്ത്രവിപ്ലവത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി. മന്ത്രവിപ്ലവത്തെക്കുറിച്ച് തന്നെ സംഘത്തിൻ്റെ സർക്കാർ വിവാഹം മന്യ ദത്താജിയാണ് അത് റിലീസ് ചെയ്തത്. അതാണ് മന്ത്രവിപ്ലവം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇപ്പോൾ അന്തേട്ടൻ ഈ കോക്രോച്ചിനെ കുറിച്ച് പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ പൊതുവേ നമ്മുടെ ഈ നരേറ്റീവ് വാറും അതുമായിട്ടൊരു ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലെയും ഈ ജൻസി വിപ്ലവമാണ് ഇപ്പോൾ നേപ്പാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം എന്ന രീതിയിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു ഉത്ഭവത്തെ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, ഭാരതത്തിൽ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്? ഭാരതം നേപ്പാളും ബംഗ്ലാദേശും ഒന്നുമല്ല എന്ന കാര്യം ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ കോക്രോച്ച് എന്ന് പറഞ്ഞ് നടക്കുന്നവരും മനസ്സിലാക്കണം. ഇങ്ങനെ ഒന്ന് നടക്കുന്നു എന്ന് കേട്ടപ്പോഴേക്കും ഭയപ്പാട്, അങ്കലാപ്പുള്ള നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുണ്ടോ, കണ്ടില്ലേ നമ്മൾ അത് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ. ശരിയാണ്, കരുതിയിരിക്കേണ്ടതാണ്, കൃത്യമായിട്ട് കരുതിയിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇത്തരം പരിശ്രമങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും. ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വന്നത് തന്നെ ഇത്തരം ഒരു വലിയ വിപ്ലവം ഡൽഹിയിൽ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം അന്നേ പറഞ്ഞിരുന്നു, അർബൻ നക്സലിസത്തിൻ്റെ ലക്ഷണമൊത്ത ഉദാഹരണം കാണണമെങ്കിൽ കെജ്രിവാളിനെ നോക്കിയാൽ മതി. അരവിന്ദ് കെജ്രിവാൾ അതിൻ്റെ ഒരു ഉദാഹരണമായി. പക്ഷേ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഒരു ഫേസ്ലെസ് പാർട്ടിയായി മാറി, മുഖം നഷ്ടപ്പെട്ടു പോയി. അഴിമതി എന്തിനെതിരെയാണോ അവർ പ്രസ്ഥാനം ഉണ്ടാക്കിയത്, അവരതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തിൽ പ്രായോഗികമാക്കിയൊക്കെ അഴിമതി എങ്ങനെ ശാസ്ത്രീയമായി നടത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളായി ഇവർ ഓരോരുത്തരും മാറി. ജയിലിൽ പോയി, എല്ലാത്തിൻ്റെയും പേരിൽ മോഷണം നടത്തി, അങ്ങനെയുള്ള ആളുകൾ. അങ്ങനെ വന്നപ്പോൾ പാർട്ടി ഇല്ലാതാവുകയാണ്. ഇനി പഞ്ചാബിലൂടെ അവശേഷിക്കുന്നുള്ളൂ, അവിടെയും അത് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു റിവൈവൽ ആവശ്യം കൂടിയാണ് അവർക്ക്, ഒരു പുനരുജ്ജീവനം. അതിന് ആം ആദ്മി പാർട്ടിയുടെ ഒരു മുൻകാല അഖില ഭാരതീയ പ്രവർത്തകൻ, കെജ്രിവാളിൻ്റെ സോഷ്യൽ മീഡിയ ഉപദേശകൻ, ഇവരുടെ സോഷ്യൽ മീഡിയ ചുമതല കുറച്ചു കാലം വഹിച്ചിരുന്ന ആൾ, ഇപ്പോൾ അമേരിക്കയിൽ ബോസ്റ്റണിൽ പോയി സുഖമ ജീവിതം നയിക്കാണ് റിസർച്ച് എന്നുള്ള പേരിലും ജോലിയുണ്ടോ, ലക്ഷക്കണക്കിന് ഡോളർ കൈപ്പറ്റുന്നുണ്ടോ അറിയില്ല. അങ്ങേര് അഭിജിത്ത് എന്ന് പറയുന്ന ആളും ഇതേപോലെ തന്നെ ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് ഭാരതത്തിനെതിരായിട്ട് വളരെ കാലങ്ങളായിട്ട്. അപ്പോൾ അതിനകത്തൊരു ജീവശാസ്ത്രപരമായ കാര്യം കൂടി നോക്കിയാൽ ലോകത്തെമ്പാടും ഈ അടുത്ത സമയത്ത് ഞാൻ പൽക്കിയുടെ ഒരു വീഡിയോ കണ്ടു. അതിലവർ ശാസ്ത്രീയമായിട്ട് ഈ പാറ്റകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പാറ്റ വിപ്ലവം തുടങ്ങുന്നതിന് മുമ്പാണ് ലോകത്ത് ഇത്ര ജനസിൽ ഇത്ര എണ്ണം ആയിരക്കണക്കിന് പാറ്റകളുണ്ട്. പക്ഷേ ഏറ്റവും ഹീനമായ പാറ്റ ജർമ്മൻ കോക്രോച്ചാണ് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു ജർമ്മൻ കോക്രോച്ച് ജർമ്മനിയിലിരുന്ന് വീഡിയോ ചെയ്യുന്നത്, കാനഡയിലിരുന്ന ഒരു ചേച്ചി, ഇവരെല്ലാവരും ചേർന്നിട്ട് ഇവരിപ്പോൾ അലയൻസ് പോലെ വർക്ക് ചെയ്യുന്നു. ഇവരെല്ലാവരും അലയൻസാണ്. അവർ കെജ്രിവാളുമായിട്ടും അലയൻസാണ്. അദ്ദേഹം യുവാവാണല്ലോ, ജൻസി ആണല്ലോ. സിസോദിയ മറ്റൊരു യുവാവ്, മമതാ ബാനർജി മറ്റൊരു യുവാവ്, MA ബേബി മറ്റൊരു യുവാവ്, ഇവരെല്ലാവരുമാണ് ജൻസി. ഇങ്ങനെ ഉണ്ടാക്കി ജനങ്ങളുടെ മുമ്പിൽ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം കേൾക്കാൻ ഒരു താല്പര്യമുണ്ട്. നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നതിലൊരു സുഖം പലർക്കും ഉണ്ട്. വേണ്ടത്ര പാകത കിട്ടാത്ത മനസ്സുകളെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള കാര്യം അത് ഒത്തിരി നീട്ടിപ്പരത്തിയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ആ പറച്ചിലിൻ്റെ ശാസ്ത്രം തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അത് വേറൊരു കാര്യം, അത് ഇന്നത്തെ ചർച്ചയുടെ വിഷയമല്ല. പക്ഷേ ഏതായാലും പെട്ടെന്ന് ആകർഷിതരാവും
അതുകൊണ്ടാണല്ലോ ഈ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ തന്നെ പട്ടി മനുഷ്യനെ കടിച്ചു എന്നുള്ളതൊരു വാർത്തയല്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ പട്ടിയെ കടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണ്. അപ്പോൾ ഈ നെഗറ്റീവിസമാണ് നമ്മുടെ നാട്ടിലെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ആൾക്കാർ കൽപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഇപ്പം വിപ്ലവം നടത്താം, നമ്മൾ മടിയന്മാരാണ് എന്ന് ഇത് പറഞ്ഞു, നമ്മളെ പാറ്റകളോട് ഉപമിച്ചു. ഇതിനോടൊക്കെയുള്ളൊരു പ്രതിഷേധം നമുക്ക് നടത്താനൊരു അവസരമാണ്. എല്ലാവരും വരൂ നമുക്ക്. അപ്പോൾ ഒരു അഡ്വഞ്ചറിസത്തിനോടുള്ള താല്പര്യം ഈ ചെറുപ്പക്കാർക്ക് ഉള്ളിൽ ഉള്ളതാണ് കുറച്ച്. അത് കൂട്ടം കൂടുമ്പോഴും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തൻ്റെ ഇവർക്കാർക്കും ഇല്ല. ഇപ്പോൾ ബസ്സിൽ ടിക്കറ്റ് എടുത്താൽ അത്രയും പൈസക്കുള്ള ടിക്കറ്റില്ല. മുമ്പ് പറയാറുള്ള ഉദാഹരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 പൈസ കൊടുത്ത് 20 കൺസെഷൻ ടിക്കറ്റിൻ്റെ ഒരു ടിക്കറ്റ് എടുത്താൽ 20 ST 20 ST സ്റ്റുഡൻസ് ടിക്കറ്റ് 30 പൈസ ബാക്കി കണ്ടക്ടർ ഒരല്പം കണ്ണു തുറച്ച് നോക്കുന്ന ഒരു കരുത്തനായ കണ്ടക്ടർ ആണെങ്കിൽ അയാളോട് 30 പൈസ തിരിച്ചു ചോദിക്കാനുള്ള തൻ്റെ ഇടമില്ലാത്ത വിദ്യാർത്ഥി ഒരു 10 പേരെ കൂട്ടി വന്ന ആ ബസ് തടയും, ആ കണ്ടക്ടറെ കല്ലെറിയും വേണമെങ്കിൽ. ഇതാണൊരു സമീപനം. ഒറ്റയ്ക്ക് തൻ്റെ ഇടമില്ലാത്തവന് അവൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാനുള്ള ഒരു മേഖലയാണ് അത്തരം സമാന മനസ്കരുടെ ഒരു കൂട്ടായ്മ. മാസ്ക് ഹിസ്റ്റീരിയ ആ ഒരു കൂട്ടായ്മയാണ് ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത്. ഇവർ ശ്രമിച്ച ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, മറന്നിട്ടില്ല. ഇപ്പോൾ ഗുസ്തിക്കാരുടെ പ്രശ്നം പറഞ്ഞിട്ട് ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലും വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എല്ലാവരും വിചാരിച്ചു ഭാരതത്തിലെ മുഴുവൻ സ്പോർട്സ് താരങ്ങളും ഡൽഹിയിലെത്തും, ഇപ്പോൾ തന്നെ ഡൽഹി പിടിച്ചെടുക്കും എന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. നമുക്കറിയാം അത്ര അതിനെ ബൗദ്ധികമായി കൈകാര്യം ചെയ്യാനും നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാനും അതിനപ്പുറത്തേക്ക് വേണ്ടി വന്നാൽ സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് നേരിടാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഇതേപോലെ തന്നെയാണ് ട്രാക്ടറുകളും ഓടിച്ചിട്ട് എത്ര ആയിരം കർഷകരാണ് ഹരിയാനയിൽ നിന്നൊക്കെ ഡൽഹിയിലേക്ക് എത്തിയത്. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ കണ്ടാൽ പേടിയാവുന്ന വിധത്തിലാണ് ട്രാക്ടറുകളുടെ പട. അതിനെയൊക്കെ അതേപോലെ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ കാണിച്ചു തരികയും ചെയ്തിരുന്നു. ഡൽഹി ഇപ്പം തന്നെ വീഴും എന്നാണ് പറഞ്ഞത്. അവർ വിചാരിച്ചത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ ട്രാക്ടർ ഓടിച്ച് കയറ്റാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അതാ തുടക്കത്തിൽ പറഞ്ഞത്, ഭാരതമാണിത്, ഇത് നേപ്പാളും ബംഗ്ലാദേശും അല്ല. ഇടയ്ക്കിടയ്ക്ക് കൊട്ടാര വിപ്ലവങ്ങൾ അരങ്ങേറുന്ന, സൈനിക വിപ്ലവം നടക്കുന്ന, ഏത് നിമിഷവും പ്രധാനമന്ത്രിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന രാഷ്ട്രമൊന്നും അല്ല ഭാരതത്തിന്. ഭാരതത്തിൻ്റെ ജനാധിപത്യം അത്ര ശക്തമാണ്, ഭാരതത്തിൻ്റെ സുരക്ഷാ സംവിധാനം അത്ര ശക്തമാണ്. ഇന്ന് ഭാഗ്യം കൊണ്ട് നേതൃത്വവും കരുത്തുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊന്നും അങ്ങനെയൊന്നുള്ള പരിണാമം ഉണ്ടാക്കാൻ CAA-ക്കെതിരായിട്ട് എത്ര മാസങ്ങൾ നീണ്ടു നിന്ന പരിപാടിയാണ് നടത്തിയത്. അവർ വിചാരിച്ചത് ഈ സൈന്യം ആദ്യം തന്നെ അങ്ങോട്ട് ഇടപെട്ട് അവിടെ കയറി എല്ലാത്തിനും ഇടിച്ചു നിരത്തും, ഒരു ടിയാനൻമെൻ ആവർത്തിക്കുമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷെ അത് വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യും. ഇന്ന് ആരെങ്കിലും CAA-യെക്കുറിച്ച്, CAA ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് നടപ്പിലാക്കി വരികയാണ്. ഉത്തരാഖണ്ഡ് കഴിഞ്ഞിപ്പോൾ ഇതാ ഇന്നലെ ആസാമിൽ നടപ്പിലാക്കി, UCC നടപ്പിലാക്കി. അപ്പോൾ ഇത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കരുത്തുറ്റ ഭരണകൂടവും കരുത്തുറ്റ ഭരണ സംവിധാനവുമുള്ള കരുത്തുറ്റ ജനാധിപത്യ സംവിധാനവും. അപ്പം ജനാധിപത്യത്തിലുള്ള ഭാരതത്തിൻ്റെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതിൻ്റെ തെളിവല്ലേ 93%, 94%, 96% ജനങ്ങൾ വോട്ടേഴ്സ് വന്ന് വോട്ട് ചെയ്യുന്നു ബംഗാളിൽ. അതേപോലെ അസമിൽ മാറ്റം വരികയാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം ഈ ഓലപ്പാമ്പൊന്നും കാണിച്ചാലൊന്നും ഭാരതത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശ്രമം അതിനാണ്. പക്ഷേ ഷൈജു ചോദിച്ച ആ അർത്ഥത്തിലാണ് അവർ ശ്രമിക്കുന്നത്. കോടാനുകോടി ആളുകൾ ഒറ്റയടിക്ക് ഡൽഹിയിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഡൽഹി പിടിച്ചെടുക്കാം എന്നവർ ധരിക്കുകയാണ്. ഇനി ഓരോ സംസ്ഥാന സർക്കാരുകളും പിടിച്ചെടുക്കാം എന്നാണ് അവർ ധരിക്കുന്നത്. പക്ഷെ പാളിപ്പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഈ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഇവരുടെ കൂട്ടാളികളായിരുന്നു ഭരണത്തിൽ. ഇപ്പം ഡൽഹി സംസ്ഥാന ഭരണം തന്നെ മാറിപ്പോയി. ഇനിയിപ്പോൾ ഇവർക്ക് സപ്പോർട്ട് കിട്ടേണ്ട സ്ഥലങ്ങളിൽ അവിടെ ഇവരെ അനുകൂലിക്കുന്ന ആളുകളാണ് ഭരണത്തിലിരിക്കുന്നത്. അവിടെ എങ്ങും ഇത്തരം ഒരു പാറ്റ വിപ്ലവം നടക്കാൻ പോകുന്നു, കൂറ വിപ്ലവം നടക്കാൻ പോകുന്നില്ല, കഴിയില്ല. അവരും ഈ പ്രതിപക്ഷ കക്ഷികളും ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇതിൻ്റെ ഒരു പരിധി വിട്ട മുന്നേറ്റം നമ്മുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ ബാധിക്കും. കൂറകളുണ്ടെങ്കിൽ പിന്നെ കൂറകൾ പോരെ, എന്തിനാണ് ഫേക്ക് കൂറകൾ? കൂറയുടെ വേഷത്തിലുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ വേഷത്തിലുള്ള കൂറകളും രണ്ടും ചേർന്നിട്ടാണ് മുന്നണി ഉണ്ടാക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തിരിച്ചറിയുകയാണ്, മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിയുകയാണ്, കോൺഗ്രസ് തിരിച്ചറിയുകയാണ്, സമാജ്വാദി പാർട്ടി തിരിച്ചറിയുകയാണ്. ഇപ്പോൾ പാറ്റ പാർട്ടി നേരെ വന്ന് ഉത്തർപ്രദേശിലെ പ്രധാന പ്രതിപക്ഷമായാൽ പിന്നെ മുലായം സിംഗ് യാദവിൻ്റെയും
ഈ മറ്റേ മോഹൻ യാദവിൻ്റെയും ഭാവി എന്താ? ഒരു ഭാവിയില്ല. അല്പമെങ്കിലും അവശേഷിക്കുന്ന പാർട്ടി ഓഫീസ് വരെ വിട്ടുകൊടുക്കേണ്ടി വരും MA ബേബിക്ക്. അവിടെ പ്രധാന പ്രതിപക്ഷം ഇവരായി കഴിഞ്ഞാൽ. അതുകൊണ്ട് അവരും കരുതലിലാണ്. അതാണ് ഇപ്പോൾ കാണുന്ന ഒന്ന്. ചില ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. ആശയങ്ങൾ അയക്കൂ കോക്രോച്ച് പാർട്ടി കേന്ദ്രത്തിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് കോക്രോച്ച് പാർട്ടി ഔദ്യോഗിക പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഇതെല്ലാം ഞാൻ പറയുന്നു ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള നിരാശ ബാധിച്ച ചില ആളുകളുടെ സൃഷ്ടിയാണ്. പക്ഷേ ഇത്തരം പ്രചരണങ്ങളിൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടാൻ കഴിയുന്ന കിളുകിളുപ്പൻ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭഗവത്ഗീതയുടെ കർമ്മണ്യേവാധികാരസ്ഥേമാ ഫലേഷു കഥാചനയോ ധ്യായതോ വിഷയാൻ പുംസംഗസ്തേഷു ജായതയൊക്കെ പോലെയുള്ള അങ്ങേയറ്റത്തെ മനഃശാസ്ത്ര വിഷയങ്ങളല്ലല്ലോ, അല്ലെങ്കിൽ വേദാന്തം അല്ലല്ലോ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴും ഇഷ്ടം നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, നീ എന്തോ കൊണ്ടുപോകും. അതുകൊണ്ട് ഭഗവത്ഗീത പറയുമ്പോൾ ഭഗവത്ഗീതയുടെ സന്ദേശം അതാണെന്ന് പറയുമ്പോൾ ആളുകൾ മുഴുവൻ അത് അച്ചടിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ പോലെ സ്വന്തമായ നിലയിൽ ഇതിൻ്റെ ആഴത്തിലേക്ക് പോയി പഠിക്കാൻ അത് പ്രതീക്ഷിക്കുന്നില്ല, എല്ലാവർക്കും കഴിയില്ല. പക്ഷെ ആ സമയത്തെ ഉപയോഗിച്ചുകൊണ്ട് ചിലർ തെറ്റായ പ്രചരണം നടത്തും. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രതിഷേധം വേണം, ഒപ്പോസിഷൻ ഉണ്ടാകണം, അതാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്. ഇക്കാര്യത്തിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് തെറ്റായ വിധത്തിലാകരുത്. വളരെ ഭാവാത്മകമായ വിധത്തിലുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ ഇവർക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ ഭാവാത്മകത ചോർന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ബംഗാൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ് അവിടെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ചെയ്ത പൊല്ലാപ്പുകൾ? ജനാധിപത്യത്തിൻ്റെ മര്യാദകളെ വരെ വെല്ലുവിളിക്കുന്ന വിധത്തിലാണ്. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ബാക്കി പ്രതിപക്ഷ കക്ഷികൾ ചെയ്തത്. അപ്പോൾ കൂറകളെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇത്തരം പ്രവർത്തനങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നാലും ഇപ്പം സർവഛത്രാധിപതിയായി വാണിരുന്ന ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് മാറേണ്ടി വന്നു 77-ലെ തെരഞ്ഞെടുപ്പിൽ. എത്ര മിനിറ്റ് എടുത്തു ഇന്ദിരാഗാന്ധിക്ക് നേരെ രാഷ്ട്രപതിയെ പോയി കാണാൻ, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ? ഒപ്പം തന്നെ പത്രങ്ങളോട് സംസാരിക്കുമ്പോൾ പുതിയ സർക്കാർ വരികയാണ്, ഞാൻ അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു, ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അന്തസ്സോടുകൂടി ഇപ്പോൾ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അവർ പറഞ്ഞ കാര്യത്തെ. ആ ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് ജനതാ പാർട്ടി പൊളിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ആ നിലപാടെടുത്ത് സ്വന്തം അസ്തിത്വത്തെ കളഞ്ഞു കുളിക്കാതിരുന്നു എന്നതുകൊണ്ടാണ് 80 ആയപ്പോഴേക്കും കോൺഗ്രസ് പിന്നെയും വരാൻ കാരണം. പക്ഷെ ഇപ്പം നടക്കുന്നത് എന്താ? അപ്പോൾ അതിന് വോട്ട് ജോലിയാണ്, ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തുക. ഈ പാറ്റകൾക്ക് പെരുകാൻ, പാറ്റയും കൂറയൊക്കെ പെരുകുന്നത് ഈ വൃത്തികേടുകളുള്ള സ്ഥലത്താണല്ലോ, അല്ലേ? അങ്ങനെയാണല്ലോ, വൃത്തികേടുകൾ തിന്നാണ് ഇവർ ധരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ മലീമസമായ അന്തരീക്ഷം ഈ കൂറകളുടെ എണ്ണം കൂടാൻ സഹായിക്കുന്നുണ്ടാവാൻ ചിലപ്പോൾ. പക്ഷേ അതിനൊന്നും ഏറെ ആയുസില്ല. ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അതും അവസാനിക്കും. മുമ്പ് നടന്ന ഇത്തരം അറ്റംപ്റ്റ്സ് പോലെ തന്നെ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങേയറ്റ ശുഭപ്രതീക്ഷയാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചും ദേശീയ നേതൃത്വത്തെക്കുറിച്ചും. നമ്മുടെ ഇപ്പോൾ കെട്ടി തോമസ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ കരുത്ത്, ഭാരതത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഏറ്റവും ശക്തമായ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ നിന്നാണ് ജനാധിപത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നത്, മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ജുഡീഷ്യറി, അത് മൊത്തത്തിൽ നോക്കിയാൽ ആ ജുഡീഷ്യറി ഏറ്റവും ശുദ്ധമായൊരു ജുഡീഷ്യറി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ചില അപവാദങ്ങൾ എല്ലായിടത്തും ഉള്ളതുപോലെ അവിടെ എന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ ജുഡീഷ്യറി. അതേപോലെ നമ്മുടെ സുരക്ഷാ സംവിധാനം. അതിനെല്ലാം അപ്പുറത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് സ്വയംസേവകർ ജീവിതം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറുള്ള, ഒരു ഫോട്ടോയ്ക്കും മുഖം കാണിക്കാതെ ഈ പ്രവർത്തനം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ ഈ 4ൻ്റെ കരുത്തിൽ ഭാരതം ഏത് വെല്ലുവിളിയും അതിജീവിച്ച് മുന്നോട്ട് പോകും. അതാണ് എൻ്റെ ശുഭമായ പ്രതീക്ഷ. അതിലുള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ടതില്ല. നന്ദി എന്താ ഇത്രയും സമയം വിശ്വാസമായ കേന്ദ്രത്തിന് വേണ്ടി ചെലവഴിച്ചതിന്.